കണ്ണൂർ ADM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജിയിൽ ഈ മാസം 29-ന് കോടതി വിധി പറയും. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുന്നത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. അരുൺ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ ഹർജിയിലെ വാദം അത് എങ്ങനെയായിരുന്നു കോടതിയിൽ പുരോഗമിച്ചത്? വിജയകുമാർ, ഈ കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ കുടുംബം കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയത്. ആ ഹർജിയിൽ ഇന്ന് വിശദമായ വാദം കേട്ടു. ഇന്ന് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് വേണ്ടി അഭിഭാഷകൻ ഹാജരായിരുന്നു. നവീൻ ബാബുവിന്റെ കുടുംബം പ്രധാനമായും കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് ഇതിൽ മതിയായ തെളിവുകൾ ശേഖരിച്ചിട്ടില്ല, സമഗ്രമായ കൃത്യമായ ഒരു അന്വേഷണം ഇതിൽ നടന്നിട്ടില്ല എന്നതാണ് ചൂണ്ടിക്കാണിച്ചത്. അതിൽ ഈ PP ദിവ്യയുടെയും അതോടൊപ്പം കണ്ണൂർ ജില്ലാ കളക്ടറുടെയും ഫോണുകൾ, അവരുടെ 2 നമ്പറുകളുണ്ട്. അതിൽ ഒരു നമ്പർ മാത്രമാണ് ഹാജരാക്കിയിട്ടുള്ളത്. മറ്റ് അവരുടെ ഇരുവരുടെയും രണ്ടാമത്തെ ഫോൺ രേഖകൾ പരിശോധിച്ചിട്ടില്ല. അത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മറ്റു വിവരങ്ങൾ കൂടി, ഇതിന്റെ നേരത്തെ ഉന്നയിച്ചിട്ടുള്ള ഈ ആസൂത്രണം അല്ലെങ്കിൽ ഗൂഢാലോചന ആരോപണത്തിന്റെ ഉൾപ്പെടെ വിവരങ്ങൾ ലഭ്യമാകും. അതോടൊപ്പം മറ്റ് ഡിജിറ്റൽ തെളിവുകളും ശേഖരിച്ചിട്ടില്ല എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത്തരം ഒരു സാഹചര്യം എന്തായാലും ഈ വാദങ്ങൾ ഉണ്ടായി. എന്തായാലും ഇത് കേസ് കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നതിന്റെ ശ്രമമാണ് നടക്കുന്നതെന്നാണ് പ്രതിഭാഗം പക്ഷേ ഉന്നയിച്ചിട്ടുള്ള വാദം. എന്തായാലും ഈ കേസിൽ 29-ന് കോടതി വിധി പറയും. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.